ഗവൺമെൻറ് നിലപാട് കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും വിദ്യാഭ്യാസം നിഷേധിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാടാണ്. ആ നിലപാടിൽ ഗവൺമെൻറ് ഉറച്ചു നിൽക്കുകയാണ്. ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ മതപഠനത്തിലുള്ള കേന്ദ്രമല്ല. അതിന് വേറെ ഒരു സ്ഥാപനങ്ങളുണ്ടാവും. വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും മറ്റു മതം ഇല്ലാത്തവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന കേന്ദ്രമാണ് വിദ്യാലയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു മതേതരത്വ സംസ്കാരവും ഒക്കെ തന്നെ നമ്മുടെ കുട്ടികളിൽ വളർന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒരു കുട്ടി അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനം അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയില്ല. ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കി, ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂളിലെ PTA പ്രസിഡന്റ്, HM, പ്രിൻസിപ്പാള്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടവർ. ഒരു പ്രശ്നമുണ്ടായാൽ പരിഹാരം കാണുന്നതിന് ശ്രമിക്കുന്നതിന് പകരം വെല്ലുവിളിക്കാൻ വേണ്ടി വരില്ലേ. എന്താ പറഞ്ഞത് കഴിഞ്ഞ ദിവസം? വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും തിട്ടൂരോ ഒന്നും ഇങ്ങോട്ട് വേണ്ടെന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് അഹങ്കാരമാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് അവിടെ പുറത്തറിഞ്ഞില്ലെങ്കിലും നിത്യ സംഭവമാണ്. നിരവധി കുട്ടികളെ ഇതേപോലെ പറഞ്ഞു വിടുന്നതായിട്ട് നിരവധി രക്ഷാകർത്താക്കൾ ഫോണിലൂടെ ഒക്കെ തന്നെ എന്നോട് വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ഇതിനെല്ലാം അനുവാദമുണ്ട്. കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ചാണ് ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിയമപരമായി മാത്രമേ ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ആർക്കും എപ്പോഴും ഏത് സമയത്തും വന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും സ്വന്തമായിട്ട് നിയമം ഉണ്ടാക്കാനും സ്വന്തമായിട്ട് ഫീസ് നിശ്ചയിക്കാനും അതൊന്നും പിന്നെ കേരളത്തിൽ അനുവദനീയമല്ല. അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ കച്ചവടവും കേരളത്തിൽ അനുവദിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ച് വരുന്ന മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് പിന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലുള്ളതാണ്. കേരള എഡ്യൂക്കേഷൻ റൂളിൽ പറയുന്ന കാര്യമാണ്. അതിനപ്പുറമായിട്ട് ചെയ്യണമെങ്കിൽ അവർ ചെയ്തോട്ടെ. മന്ത്രിയും അതേപോലെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് വെല്ലുവിളിച്ച് ചെയ്തോട്ടെ. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ ആണ് അവിടെ അന്വേഷിക്കാൻ വേണ്ടി പോയത്. ആ ഡെപ്യൂട്ടി ഡയറക്ടറെയാണ് അവർ പരസ്യമായിട്ട് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ഞാൻ ഇനി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. എന്തായാലും കുട്ടിയുടെ അച്ഛൻ TC വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് പൊതുവിദ്യാലയത്തിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ പൊതുവിദ്യാലയത്തിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. അതിനുള്ള പ്രത്യേക ഉത്തരവ് കൊടുക്കും.